സെന്ററിലുള്ള പീസിനെ നമ്മൾ ഇതിനെ ലെങ്ത് എടുക്കുവാണ്. ഇതിപ്പോ 15 അരയുണ്ട്. അപ്പൊ ഇവിടെ ഇത് ലോക്ക് ചെയ്തേക്കുവാണ്. നമുക്ക് ഇത് മടങ്ങിച്ചു തരാം. 16 ലെങ്ത് ഉണ്ട്, 17 എടുക്കാം. 17 നമുക്കൊരു ലൈൻ വരയ്ക്കാം. 17 ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കാണ്. 17 ലെങ്ത്തിൽ വരച്ചു. പിന്നെ ഇതിന്റെ വീതി വരുന്നത് ഇതിപ്പം 4 ഉണ്ട്. അപ്പോൾ നമുക്ക് 4 ഇഞ്ച് എടുക്കാം. മുകൾ ഭാഗം 4 ഇഞ്ച്. അപ്പൊ നമുക്ക് ആദ്യം സൈഡിലൊരു, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് 4 ഇഞ്ച് എടുക്കാം. 4യുടെ സെന്ററും കൂടെ മാർക്ക് ചെയ്തേക്കാം. 2 സെന്റർ കൂടെ മാർക്ക് ചെയ്തു. ഇനി താഴെ വരണ വീതി എന്ന് വെച്ച് കഴിഞ്ഞാല് 2.5 ഇഞ്ചാണ്. അപ്പൊ നമുക്കിത് 3 എടുക്കാം. അപ്പം ഇവിടെ താഴത്ത് 3 ഇഞ്ച് കൊടുത്തു. അതിന്റെ സെന്റർ 1.5. അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്. അപ്പൊ നമുക്കിത് ഇങ്ങനെ ഒരു പീസ് വെച്ചു. നമുക്ക് ഇങ്ങനത്തെ ഒരു പീസ് ഇട്ടിട്ടുണ്ട്. ഇതിവിടെ മാറ്റി. ഇങ്ങനെ ഒരു വള്ളി ഉണ്ട് കെട്ടാൻ വേണ്ടി. അപ്പൊ അതിന് കുറച്ച് ഇതിന്റെ ഒരു വീതി വരുന്നത് 1.5 ഇഞ്ചാണ്. അപ്പൊ 3.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുക്കണം. അപ്പൊ നമുക്കിത് ഇങ്ങനെ മടക്കിടാം. ഇത്ര നീളം കൂടെ കൂട്ടിയിടുന്നുണ്ട്. ഇതിന്റെ ലെങ്ത് 15 അരയാണ്. കുറച്ചും കൂടെ കൂട്ടിയിടാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 1.5 ഇഞ്ച് കൂടി കൂട്ടാം. 16, 17. അപ്പൊ പുറത്ത് 1.5 ഇഞ്ച് വരുമ്പോൾ ശരി. ഇതാണ് 3.5 ഇഞ്ചിന്റെ ഇവിടെ. എടുക്കണം. 3.5 ഇഞ്ച് വീതിയിൽ 17 ഇഞ്ച് നീളം. 17 ഇഞ്ച് നീളം എന്ന് പറയുമ്പോൾ ഒരു സൈഡാണ് 18. തയ്യൽ തുമ്പ് കൂടെ വേണമല്ലോ. ഒറ്റ സൈഡാണ് ഇത്. ഇത്രയും 17 എന്ന് പറഞ്ഞാൽ 34, 36 ഇഞ്ച് വീതി നീളമുള്ള ഒരു പീസാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് ഇതുപോലെ ഒരു കർവ് വെച്ച് കൊടുക്കും. ഇതുപോലെയാണ് തുണിമ വരുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ തയ്ക്കുമ്പം ഇങ്ങനെ വെച്ചടിച്ച് ഫുള്ളും ഈ ഷേപ്പിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. സെന്റർ ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ഇങ്ങനെ അടിച്ചിട്ട് മറിച്ചിട്ട് 14 ഇഞ്ചിടും. 14 ഇഞ്ചുള്ള ഒരു പീസ്. അത് വീതി വന്നത് 5 ഇഞ്ച് വീതി എടുത്തേക്കും. 14.
നമ്മളിവിടെ ഒരു സൈഡ് സ്ട്രൈറ്റ് ആയിട്ടും വരും, ബാക്കി സൈഡാണ് ഇങ്ങനെ കർവ് ഷേപ്പിൽ വരുന്നത്. അപ്പൊ നമുക്കിവിടെ ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കണം. സെന്റർ ഭാഗം മുകളിൽ നിന്നും 5.5 ഒരു 6 ഇഞ്ച് നമുക്ക് 6 ഇഞ്ച് നീളത്തിലുള്ള ലൈൻ കൊടുക്കാം. ഇത് നമുക്ക് ഇവിടുന്ന് ഒരു കർവ് ഷേപ്പ് വന്നിട്ട് ഇവിടുന്ന് ഈ ഒരു ഇതിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ്. ഒരു മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം. ഈ ഒരു ഷേപ്പാണ് വരയ്ക്കുന്നത്. എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഇവിടെ ഇങ്ങനെ നേരെ വരും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞു. നമുക്ക് സെന്റർ കട്ട് ചെയ്യാം. ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പീസ് എടുത്തിട്ട് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിതിങ്ങനെ തയ്ച്ച് ഇങ്ങനെ തയ്ച്ച് ഇത് കറക്റ്റായിട്ട് കിട്ടിക്കണ്ട. അപ്പൊ ഇത് ഈ ഭാഗത്തേക്ക് പോകും. അതുപോലെ ഈ പീസ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഒരു പിൻ ചെയ്ത് വെക്കാം. അപ്പം ഇത് ഇങ്ങനെ വരും. ഇത് ചെയ്ത് ഇപ്പുറത്തേക്ക് വരും. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്താലോ. അതിനുശേഷമാണ് നമ്മൾ അരികത്ത് ഇതടിച്ചു പിടിപ്പിക്കും. അപ്പൊ അതിന് സ്റ്റിച്ച് ചെയ്യാം.